വെൽക്കം ബാക്ക് ടു ഗ്രേഡിയൻറ്റ്. ദ ചേഞ്ചിങ് എർത്ത് എന്ന ചാപ്റ്ററിൻ്റെ വൺ ഷോർട്ട് റിവിഷൻ ക്ലാസ് ആണ് ഇന്നത്തെ ക്ലാസ്. ഓൾറെഡി ഈ ചാപ്റ്ററിൻ്റെ ടോപ്പിക്കുകൾ ഓരോന്നും നമ്മൾ ചെറിയ ചെറിയ പാർട്ടുകളാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് മുന്നേ ആയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. നോട്ടും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാം വാട്സാപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക. ചേഞ്ചിങ് എർത്ത് എന്ന ചാപ്റ്റർ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടാണ്. സോ എന്താണ് എർത്ത് മൂവ്മെൻറ്റ്? നമ്മുടെ ഭൂമിയുടെ സർഫസ് എന്ന് പറയുന്നത് നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിടക്കുന്ന ഒന്നല്ല അല്ലേ. ചില സ്ഥലങ്ങളിൽ അത് ഉയർന്നിട്ടുണ്ട്, ചില സ്ഥലങ്ങളിൽ അത് താഴാറുണ്ട്, ചില സ്ഥലത്ത് നദികളുണ്ട്, ചില സ്ഥലത്ത് പുഴകളുണ്ട്, ചിലപ്പോൾ കടലുണ്ട്, അല്ലെങ്കിൽ എന്തുണ്ട് അഗ്നിപർവ്വതങ്ങളുണ്ട്, മരുഭൂമിയുണ്ട്. ഇങ്ങനെ പലതരത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ഇത്തരത്തിലുള്ള അപ്സ് ആൻഡ് ഡൗൺസ് അല്ലെ, ഉയരങ്ങളും താഴ്ചകളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് പലതരം മൂവ്മെൻറ്റുകളെയാണ്. ഇവരെ പൊതുവിൽ വിളിക്കുന്ന പേരാണ് എർത്ത് മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ് എർത്ത് മൂവ്മെൻറ്റ്? The movement that causes ups and downs on the earth surface are called earth movement. അപ്പോൾ ആരാണിത് ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയപ്പോൾ നമുക്കവരെ രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് എൻഡോജനിക് മൂവ്മെൻറ്റുകളെന്നും മറ്റൊന്ന് എക്സോജനിക് മൂവ്മെൻറ്റുകളെന്നും. എൻഡോ എന്ന് പറയുമ്പോൾ അകത്ത് എന്നൊരു മീനിങ് അല്ലേ വരുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ഭൂമിയുടെ സർഫസ്. അപ്പോൾ ഈ ഭൂമിയുടെ സർഫസിൽ അകത്ത് നടക്കുന്ന മൂവ്മെൻറ്റുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻഡോജനിക് മൂവ്മെൻറ്റുകളെന്ന് പറയുന്നത്. The process that are caused by the forces within the surface of the earth. അപ്പോൾ എക്സോജനിക് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ സർഫസിന് പുറത്ത് നടക്കുന്ന മൂവ്മെൻറ്റുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോജനിക് മൂവ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. ദ പ്രോസസ് ദാറ്റ് ആർ കോസ്ഡ് ബൈ ദ എക്സ്റ്റേണൽ ഫോഴ്സസ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് അറ്റ് വേരിയസ് ഇൻറ്റൻസിറ്റീസ് ഈസ് കോൾഡ് എക്സോജനിക്. അപ്പോൾ എർത്ത് മൂവ്മെൻറ്റ് രണ്ട് ടൈപ്പ്, അല്ലെങ്കിൽ എർത്ത് മൂവ്മെൻറ്റ് കാരണങ്ങൾ രണ്ട് ടൈപ്പ്, എൻഡോജനിക്കും എക്സോജനിക്കും. ഈ എൻഡോജനിക്കിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്? പ്രധാനമായിട്ടും എൻഡോജനിക്കാനകത്ത് വരുന്ന മൂവ്മെൻറ്റുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും കൺവെക്ഷൻ കറണ്ടാണ് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. റേഡിയോ ആക്ടിവിറ്റി, അതുപോലെ എന്താണ് പ്രിമോഡിയൽ ഹീറ്റ്, അതുപോലെ ഭൂമിയുടെ റൊട്ടേഷൻ, വേരിയേഷൻ, ജിയോ തെർമൽ ഗ്രേഡിയൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും എൻഡോജനിക് ഫോഴ്സുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൺവെക്ഷൻ കറണ്ടാണ്. ഇനി എക്സോജനിക്കിലോട്ട് വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും? നമുക്കറിയാം എക്സോജനിക്കിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് ഒന്ന് ചരിവ്, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഗ്രാവിറ്റിയാണ്. ഓക്കെ, പ്രഷറിലുണ്ടാകുന്ന വ്യത്യാസം, മോളിക്കുലർ സ്ട്രെസ്, റണ്ണിങ് വാട്ടർ, ഗ്ലേഷ്യർ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗ്രാവിറ്റി, ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൺവെക്ഷൻ കറണ്ട്. ഇവർ ഓരോരും പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ ചാപ്റ്ററിൽ ഫർദർ പഠിക്കാനായിട്ട് പോകുന്നത്. എൻഡോജനിക് മൂവ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻഡോജനിക് മൂവ്മെൻറ്റുകളുടെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കൺവെക്ഷൻ കറണ്ടാണ്. ഭാഗ്യം വെച്ചാൽ നമുക്കത് എടുത്ത് പഠിക്കേണ്ട, എങ്കിലും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ ഭൂമിയുടെ സർഫസിലെ ഏറ്റവും നടുക്കുള്ള ഭാഗത്തിന് വിളിക്കുന്ന പേര് കോർ എന്നാണ്. ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ കൂടുതലും ഈ കോറിലാണ്. ഏതാണ്ട് 5000 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ ഇവിടെ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പാല് തിളയ്ക്കുമ്പോൾ പൊങ്ങി വന്ന് കളയുന്ന പോലെ ആ ഒരു രീതിക്ക് ചിന്തിച്ചാൽ മതി. ഇവിടെ ഉരുകിയ പാറകൾ, മോൾട്ടൺ റോക്കി മെറ്റീരിയൽ, അതിനെ മാഗ്മ എന്നാണ് വിളിക്കുന്നത്. മാഗ്മകൾ എന്ത് ചെയ്യും? ഇങ്ങനെ ചൂട് കാരണം ഉയർന്ന് പൊങ്ങിപ്പോവും. ഉയർന്ന് പൊങ്ങി പോകുമ്പോൾ ഈ സർഫസ് എന്ന് പറയുന്നത് സോളിഡ് ആയതുകൊണ്ട് അതിനെ തട്ടിക്കളയാൻ പറ്റത്തില്ല. നമ്മൾ അടപ്പെടുത്ത് പാത്രത്തിന് അടച്ചു വെച്ചേക്കെന്ന് വിചാരിക്കുക. അപ്പോൾ അടപ്പിനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റും? ഇരുവശങ്ങളിലോട്ടും ഇങ്ങനെ തിളച്ച് കളയത്തില്ലേ? അതുപോലെ ഈ പറയുന്ന മാഗ്മയും മൂവ് ചെയ്യും. ഇതിനാണ് കൺവെക്ഷൻ കറണ്ട് എന്ന് പറയുന്നത്. ഈ കൺവെക്ഷൻ കറണ്ടിൻ്റെ ഇൻഫ്ലുവൻസിലാണ് പ്രധാനപ്പെട്ട പല എൻഡോജനിക് മൂവ്മെൻറ്റുകൾ നടക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഭൂകമ്പം, അഗ്നിപർവ്വതങ്ങളുടെ വിസ്ഫോടനം, അതുപോലെ ഓറോജനിക് എപ്പറോജനിക് മൂവ്മെൻറ്റുകൾ, അതുപോലെ തന്നെ എന്താണ് പ്ലേറ്റ് ടെക്ടോണിക്സ്. ഇതെല്ലാം ഉണ്ടാകുന്ന എന്ത് കാരണമാണ്? ഈ പറയുന്ന എൻഡോജനിക് മൂവ്മെൻറ്റുകൾ പ്രധാനമായിട്ടും കൺവെക്ഷൻ കറണ്ടുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഫുൾ അങ്ങനെയല്ല, ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എൻഡോജനിക്കിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റ് എന്നും സഡൻ മൂവ്മെൻറ്റ് എന്നും ദ ഫ്ലോ ചാർട്ടിൽ. അപ്പോൾ എൻഡോജനിക് മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സർഫസിനകത്ത് നടക്കുന്നതാണ്. ഭൂകമ്പം, അഗ്നിപർവ്വത വിസ്ഫോടനങ്ങൾ, മറ്റ് പറഞ്ഞ എപ്പിറോജനിക്ക്, മോറോജനിക്ക് പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതെല്ലാം വരുന്നത് എൻഡോജനിക്കിനകത്താണ്. ഈ എൻഡോജനിക്കിനെ എത്രയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റുകൾ അഥവാ സ്ലോ മൂവ്മെൻറ്റുകൾ, സഡൻ മൂവ്മെൻറ്റുകൾ അഥവാ വേഗത്തിൽ നടക്കുന്ന മൂവ്മെൻറ്റുകൾ. അതിൽ ഡയസ്ട്രോഫിക് രണ്ടെണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ എന്താ ഡയസ്ട്രോഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അത് നോക്കാം. ഡയസ്ട്രോഫിക് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ദാറ്റ് മൂവ്, എലിവേറ്റ് ഓർ ബിൽഡ് അപ്പ് പോർഷൻസ് ഓഫ് ദ എർത്ത് ക്രസ്റ്റ് കം അണ്ടർ ഡയസ്ട്രോഫിസം. ഇത് എന്ത് ചെയ്യും? ഇത് എലിവേറ്റ് ചെയ്യും, ബിൽഡപ്പ് ചെയ്യും, ഇങ്ങനെ ചെയ്യും. ഇതെല്ലാം കളക്റ്റീവ്ലി സ്ലോ ആയിട്ട് ചെയ്യുന്ന ഈ പ്രോസസ്സിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ഡയസ്ട്രോഫിക് മൂവ്മെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ സർഫസിനകത്ത് അല്ലെങ്കിൽ ഭൂമിക്കകത്ത് സ്ഥലങ്ങളെ എന്ത് ചെയ്യുന്നു? ഉയർത്തുന്നു, താഴ്ത്തുന്നു, ചിലത് സ്ട്രെസ് കൊണ്ടു കൊടുക്കുന്നു. ഇതൊക്കെയാണ് ഡയസ്ട്രോഫിക്കിനകത്ത് വരുന്നത്. ഈ ഡയസ്ട്രോഫിസം രണ്ട് ടൈപ്പ് ഉണ്ട്. എപ്പിറോജനിക് പ്രോസസ്സും ഓറോജനിക് പ്രോസസ്സും എന്നും പറയും. എപ്പിറോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല. നോക്കിയേ എന്താ എപ്പിറോജനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രോസസ് ദാറ്റ് കോസസ് ദ അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് എ ലാർജ് പോർഷൻ ഓഫ് ദ എർത്ത് ക്രസ്റ്റ് ഈസ് കോൾഡ് എപ്പിറോജനിക് മൂവ്മെൻറ്റ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കൺവെക്ഷൻ കറണ്ടൊക്കെ കാരണം
ഒരു വലിയ പോർഷൻ ഒരുമിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ, ഉയരുകയോ താഴുകയോ ചെയ്യുകയാണെങ്കിൽ അതാണ് എപ്പിറോജെനിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും ഓറോജെനിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ദ പ്രോസസ് ദാറ്റ് കോസസ് ദ ഫോർമേഷൻ ഓഫ് മൗണ്ടൻസ് ആർ കോൾഡ് ഓറോജെനിക് പ്രോസസ് എന്ന് വെച്ചാൽ പർവ്വതം നിർമ്മിക്കുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്കിയേ, സിവിയർ ആയിട്ടുള്ള ഡീഫോർമേഷൻ സർഫസിൽ നടക്കും. ഓക്കെ, ദ മൂവ്മെന്റ് ക്യാൻ കോസ് ഓൺലി മിനിമൽ ഡീഫോർമേഷൻ, ഏത് എപ്പിറോജെനിക്. എന്നാൽ ഇവിടെ പറയുന്നുണ്ട്, ഇവിടെ വേറസ് ദ ഓറോജെനിക് മൂവ്മെന്റ് ദ എർത്ത് സർഫസ് ഈസ് സിവിയർലി ഡാമേജ്ഡ്. അല്ല, ആലോചിച്ച് നോക്കിയേ, ഒരു ചെറിയ സർഫസ് പൊങ്ങുകയോ താഴുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് അറിയത്ത് പോലുമില്ല, സ്ലോ ആയിട്ടൊക്കെ നടക്കും. എന്നാൽ സമയമെടുത്ത് ഇങ്ങനെ ഒരു ഫോൾഡ് മൗണ്ടൻ ഉണ്ടായി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ രണ്ട് മൗണ്ടൻ ചേർന്ന് ഒരു വലിയ ഒരു ഗർത്തം ഉണ്ടായി എന്ന് വിചാരിക്കുക, അപ്പോൾ സർഫസ് സിവിയർ ആയിട്ട് ഡാമേജ് ചെയ്യപ്പെടും. അപ്പോൾ ഇത് രണ്ടും വരുന്നത് എന്തിനകത്താണ്? എൻഡോജനിക് മൂവ്മെന്റിനകത്താണ്. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞ്, എൻഡോജനിക് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഭൂമിയുടെ സർഫസിനെ എലിവേറ്റ് ചെയ്യുന്ന, മൂവ് ചെയ്യുന്ന, ബിൽഡപ്പ് ചെയ്യുന്ന ഭാഗത്തിനെ അല്ലെങ്കിൽ ആ പ്രോസസ്സിനെ ഐസ്ട്രോഫിക് മൂവ്മെന്റിനകത്ത് വരും. ഇത് സ്ലോ മൂവ്മെന്റ് ആണെന്നുള്ളത് ഓർത്തോളണം. ഇത് വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന കാര്യമാണ്, നമുക്ക് ചിലപ്പോൾ അറിയാൻ പോലും പറ്റുന്നില്ല. ഇതിനെ എപ്പിറോജനിക് എന്ന് ഓറോജനിക് എന്ന് വിളിക്കാം. എപ്പിറോജനിക്കിലാണെങ്കിൽ ലാർജ് പോർഷൻ ഓഫ് ദി എർത്ത് ക്രസ്റ്റ് ആണ് മൂവ് ആകുന്നത്. ഓറോജനിക്കിലാണെങ്കിൽ എന്ത് പറ്റും? മൗണ്ടൻ ബിൽഡിംഗ് പ്രോസസ് ആണ്. അപ്പോൾ സിവിയർലി ഡാമേജ് ആകുന്നത് ഓറോജനിക്കിലാണ്. ഇനി അടുത്ത് വരുന്നത് എന്താണ്? നമ്മുടെ സഡൻ മൂവ്മെന്റുകളാണ്. സഡൻ മൂവ്മെന്റിൽ വരുന്ന രണ്ടെണ്ണമാണ് വോൾക്കാനോയും എർത്ത് ക്വേക്കും. അതിൽ ആദ്യം വരുന്നതാണ് വോൾക്കാനോ. എന്താണ് വോൾക്കാനോ? നമ്മുടെ ഭൂമിയുടെ സർഫസ് അല്ലേ, നമ്മളതിനെ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ലിത്തോസ്ഫിയർ എന്നാണ് വിളിക്കുന്നത്. ക്രസ്റ്റും മാൻഡിലിൻ്റെ അപ്പർ പോർഷൻ കൂടി ചേർന്ന് വരുന്ന ഈ ഒരു ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ ലിത്തോസ്ഫിയർ പാറകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, അതുകൊണ്ടാണ് അതിനെ ലിത്തോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് ഈസ് കാൾഡ് ക്രസ്റ്റ് വിത്ത് ദ അപ്പർ മോസ്റ്റ് പോർഷൻ ഓഫ് ദ മാൻഡിൽ ദേ ടുഗദർ ഈസ് നോൺ ആസ് ദ ലിത്തോസ്ഫിയർ. മനസ്സിലായി കാണുമല്ലോ. 100 കിലോമീറ്ററോളം തിക്നെസ് വരുന്ന ഒന്നാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. ഇനി ഇതിൻ്റെ താഴെയാണ് കാര്യം കിടക്കുന്നത്. ഈ ലിത്തോസ്ഫിയറിൻ്റെ താഴെയുള്ള ലെയറിൻ്റെ പേര് അസ്തനോസ്ഫിയർ എന്നാണ്. എന്താണ്? അസ്തനോസ്ഫിയർ എന്നാണ്. ഈ അസ്തനോസ്ഫിയറിൽ എന്താ ഉള്ളത്? ഇവിടെ സെമി ലിക്വിഡ് സ്റ്റേറ്റിലുള്ള മോൾട്ടൺ റോക്ക്, അഥവാ ഇവിടെയാണ് എന്ത് കാണുന്നത്? മാഗ്മ കാണുന്നത്. ഈ മാഗ്മ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാറകൾക്കിടയിലുള്ള വിടവിലൂടെ പുറത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ദ ഓപ്പണിങ്സ് ഇൻ ദ ലിത്തോസ്ഫിയർ ത്രൂ വിച്ച് മോൾട്ടൺ റോക്കി മെറ്റീരിയൽ, അതായത് ഈ മാഗ്മ, പോരാതെ ഇതിൻ്റെ കൂടെയുള്ള ഗ്യാസസ്, പൈറലോക്ലാസ്റ്റിക് മെറ്റീരിയൽ, അതായത് പാറകളുടെ പൊടികൾ, ഡസ്റ്റ്, വെള്ളം, നീരാവി ഒക്കെ പുറത്തോട്ട് വരുന്ന ഈ പറയുന്ന ചെറിയ വിടവുകളെയാണ് നമ്മൾ വോൾക്കാനോകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ, എന്താണ് വോൾക്കാനോ? ലിത്തോസ്ഫിയറിലുള്ള ക്രാക്കുകൾ എന്ന് സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഈ ലിത്തോസ്ഫിയർ എന്താ? ക്രസ്റ്റും മാൻഡിലിൻ്റെ അപ്പർ പോർഷൻ കൂടെ ചേരുന്ന ഭൂമിയുടെ ക്രസ്റ്റ്, ഭൂവൽക്കം എന്ന് പറയുന്ന ഭാഗമാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയറിൻ്റെ താഴെയാണ് ഈ മാഗ്മ കെട്ടിക്കിടക്കുന്നത്. അതിനാണ് അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ അസ്തനോസ്ഫിയറിലുള്ള മാഗ്മ ക്രാക്കുകളിലൂടെ പുറത്തോട്ട് വരും. ആ ക്രാക്കുകളെയാണ് സത്യത്തിൽ എന്ത് വിളിക്കുന്നത്? വോൾക്കാനോ എന്ന് വിളിക്കുന്നത്. ക്രാക്കിലൂടെ മാഗ്മ മാത്രമല്ല, കൂടെ പല പല ഗ്യാസസ്, അതുപോലെ എന്താ ഈ പറഞ്ഞ പൈറോക്ലാസ്റ്റിക് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റോക്കിൻ്റെ ഫ്രാഗ്മെൻസ് ആണ്. പിന്നെ പൊടി, നീരാവിയൊക്കെ പുറത്തോട്ട് വരും. ഇതിനെയാണ് വോൾക്കാനോ എന്ന് വിളിക്കുന്നത്. ഈ വരുന്ന സാധനങ്ങൾ നമ്മൾ വോൾക്കാനിക് മെറ്റീരിയൽ എന്നും വിളിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഈ പറയുന്ന വോൾക്കാനോ പൊട്ടി വരുന്നത് ലാവയല്ലേ? ശരിയാണ്. മാഗ്മ സർഫസിനടിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ മോൾട്ടൺ റോക്കി മെറ്റീരിയലിനെ മാഗ്മ എന്ന് വിളിച്ചാൽ, സർഫസിന് പുറത്തെത്തുമ്പോൾ അവൻ എന്ത് വിളിക്കും? ലാവ എന്ന് വിളിക്കും. രണ്ടും പലത്തിലൊന്ന് തന്നെയാണ്. ദ മോൾട്ടൺ റോക്കി മെറ്റീരിയൽ പ്രസന്റ് ദ അപ്പർ മാൻഡിൽ ഈസ് കാൾഡ് മാഗ്മ. വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഫ്ലോയിങ് ടുവേർഡ്സ് ദ ക്രസ്റ്റ്, നമ്മൾ തന്നെ എന്ത് വിളിക്കും? ലാവ എന്ന് വിളിക്കും. ഇതാ ഇവിടെ നോക്കിക്കോ, ഇവിടെ ഈ അകത്ത് കാണുന്ന ചേംബർ നമ്മൾ മാഗ്മ ചേംബർ എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ ഈ മാഗ്മ ഈ പറയുന്ന ഹോളിലൂടെ പുറത്തേക്ക് വന്ന് ഒഴുകുമ്പോൾ നമ്മളിതിനെ ലാവ ഫ്ലോ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ മാഗ്മ ഏതൊരു വോൾക്കാനോ നമ്മൾ എടുത്താലും അതിന് പ്രധാനമായിട്ടും ഈ ക്രസ്റ്റ് തുടങ്ങുന്ന മാഗ്മ അടങ്ങിയിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ, അതിനെ വിളിക്കുന്ന പേര് മാഗ്മ ചേംബർ. ഈ മാഗ്മ ചേംബർ ഇന്ന് വശങ്ങളിലോട്ട് ഒഴുകുന്ന മാഗ്മയെ നമ്മൾ സ്റ്റിൽ എന്ന് വിളിക്കും. അതായത് അവിടെ ചെറിയ ഭാഗങ്ങളിലോട്ട് ക്രാക്കുകളിലൂടെ പോകും. ഇതിന് കാരണമുണ്ട്. ഇനി ഇവിടെ വരുന്നതാണെന്നൊക്കെ ലാക്കോളിറ്റ്സ് എന്ന് പറയും. ലാക്കോളിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമില്ല, ഈ മാഗ്മ ഒഴുകി പോകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പാറകളുടെ മുകളൊക്കെ ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഇതുവഴിയൊക്കെ ഈ മാഗ്മ വന്ന് നിറഞ്ഞിരിക്കും. പക്ഷെ സർഫസിൽ നമ്മളത് അറിയത്ത് പോലുമില്ല. പക്ഷേ ഈ പറയുന്ന ലാക്കോലിറ്റുകളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താണ് സ്റ്റില്ലുകളുടെ ഇൻഫ്ലുവൻസ് കാരണം ചിലപ്പോൾ ഇതുവഴി ഒഴുകുന്ന വെള്ളത്തിലൊക്കെ എന്ത് പറ്റും? ചൂട് കിട്ടി വെള്ളം നീരാവിയായിട്ടൊക്കെ പോകും. നിങ്ങൾ ഹോട്ട് സ്പ്രിങ്സ്, ജീസേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതൊക്കെയാണ് സംഭവം. ഇനി ഈ പറയുന്ന മാഗ്മ പുറത്തേക്ക് വരുന്നു. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണ് ക്രേറ്റർ. ഈ ക്രേറ്ററിലൂടെ മാഗ്മ പുറത്തോട്ട് വരും. അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ ചാരം പുറത്തോട്ട് വരും. അതിനെ ക്ലൗഡ് ആഷ് എന്ന് വിളിക്കും. ലാവ ഒഴുകും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി.
ഇനി വോൾക്കാനിക് ഇറപ്ഷൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഭൂമി നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയല്ലോ നമുക്ക് ഈ പറയുന്ന വോൾക്കാനോസ് കാണാൻ പറ്റുന്നത്. പ്രധാനമായിട്ടും നമ്മുടെ ഈ മേജർ പ്ലേറ്റുകളെന്നും നമ്മുടെ ഭൂമിയുടെ സർഫസിൻ്റെ മൈനർ പ്ലേറ്റുകളെന്നും മേജർ പ്ലേറ്റുകളെന്നും വിളിച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റുകളുടെ ബൗണ്ടറി നമ്മളതിനെ എന്ത് വിളിക്കും? പ്ലേറ്റ് മാർജിൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പ്ലേറ്റ് മാർജിൻ, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? പ്ലേറ്റ് ബൗണ്ടറി. അതായത് രണ്ട് പ്ലേറ്റുകൾ പരസ്പരം ചേരുന്ന ഈ ഭാഗം, ഇതാണ് പ്ലേറ്റ് മാർജിൻ അല്ലെങ്കിൽ ബൗണ്ടറി എന്ന് പറയുന്നത്. ഭൂമിയിലും ഇതുപോലത്തെ മേജർ പ്ലേറ്റുകളുടെ ബൗണ്ടറിയുടെ ഭാഗത്താണ് കൂടുതലായിട്ട് നമ്മൾ എന്ത് കാണുന്നത്? വോൾക്കാനോയും അതുപോലെ എർത്തുക്വേക്ക് സോൺസും കാണുന്നത്. അതാണ് ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ കണ്ടോ മേജർ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്ന എവിടെയാണ്? പ്ലേറ്റ് മാർജിനിലാണ്. അതൊന്ന് നോക്കി വെച്ചോളൂ. നെക്സ്റ്റ്, വോൾക്കാനോസ് ഹ്യൂമൻ ലൈഫും. മനുഷ്യരുള്ളിടത്ത് വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പണി പോക്കും, ആൾക്ക് നാശം ഉണ്ടാകാം, അതുപോലെ പ്രോപ്പർട്ടിയൊക്കെ നശിക്കാം. ഇവിടെ അത്രേ പറയുന്നു. നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോൾക്കാനിക് ഇറപ്ഷൻ ഉണ്ടാകുമ്പോൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് ആണ്. ഒരു ഉദാഹരണം പറയുന്നുണ്ട്. കണ്ടോ, ക്രാക്കറ്റോവ വോൾക്കാനോ എന്ന് പറയുന്നത് ജാവ സുമാത്ര ദ്വീപുകൾക്കിടയിലായിട്ട് കാണുന്ന ഒരു ഐലൻഡായിരുന്നു. അവിടെ 1833 വോൾക്കാനിക് ഇറപ്ഷനിൽ 36,000 ആൾക്കാർ മരിച്ചു. എന്തുകൊണ്ട്? ഈ പറയുന്ന പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന വോൾക്കാനോയുടെ അടുത്ത് ആൾക്കാർ താമസിച്ചത് കൊണ്ട്. സോ നമുക്ക് ഒരിക്കലും ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാനും പറ്റത്തില്ല. പിന്നെയുള്ള ഏക വഴി എന്താണ്? ഈ പറയുന്ന വോൾക്കാനോക്ക് ഇറപ്ഷൻ ഉണ്ടാകാനുള്ള ഏരിയാസ് കണ്ടെത്തുക, പ്രിക്വേഷൻസ് എടുക്കുക. അതായത് പ്രധാനമായിട്ടും അതിനടുത്ത് കൊണ്ടുപോയി വീടുകളും മറ്റു കാര്യങ്ങളൊന്നും വയ്ക്കാതിരിക്കുക, ടൂറിസം അവിടെ കൊടുക്കാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന വോൾക്കാനോ മോണിറ്റർ ചെയ്യുക, സയൻറ്റിഫിക് ഇൻസ്ട്രുമെൻറ്റുകൾ ഉപയോഗിച്ച് ഏർലി വാർണിംഗ്സ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ ഈ വോൾക്കാനിക് ആഷും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ത് പറ്റും? ഒരുപാട് ഡിസാസ്റ്റർ ഉണ്ടാക്കുന്നതാണ്. ഈവൻ ആകാശത്തോട്ട് പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റ് സംവിധാനം പോലും അതെന്ത് പറ്റും? താറുമാറാക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കേണ്ട പ്രിക്വേഷൻസ് എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് കയ്യിൽ നിന്നിട്ട് എഴുതാൻ പറ്റുമല്ലോ? പറ്റണം. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? വോൾക്കാനോയുടെ ഉപയോഗങ്ങൾ. അപ്പോൾ വോൾക്കാനോയുടെ ഉപയോഗങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? വോൾക്കാനോ പൊട്ടുന്നതിന് മുന്നേ അവിടെ നിന്ന് ചാരം വരുമെന്ന് പറഞ്ഞില്ലേ, നമ്മളതിനെ വോൾക്കാനിക് ആഷ് എന്ന് വിളിക്കും. ഈ വോൾക്കാനിക് ആഷ് മണ്ണിനോട് ചേർന്ന് കഴിയുമ്പോൾ മണ്ണിൻ്റെ ഫെർട്ടിലിറ്റി വളരെയധികം കൂടും. അപ്പോൾ അത് കാരണം എന്ത് പറ്റും? നമുക്കവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ദ ആഷ് ഫ്രം ദ വോൾക്കാനോസ് and the soil formed by the disintegration of the rock created from the solidified lava are very fertile. Such places are suitable for agriculture and hence attract people to settle there. അതുകൊണ്ടാണ് ആൾക്കാർ അവിടെ താമസിക്കുന്നത്, അവർക്ക് തിരക്ക് സുഖമില്ലാത്തതുകൊണ്ടല്ല. സോ എന്താണ് ഈ പറയുന്ന വോൾക്കാനോയിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ? യൂസസ് ഓഫ് വോൾക്കാനോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആദ്യം പറയേണ്ട ഇതാണ്. വോൾക്കാനോയുടെ ആഷും ഈ വോൾക്കാനോയിക് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന സോയിലിനെ നമ്മൾ എന്ത് വിളിക്കും? ബ്ലാക്ക് സോയിൽ എന്നൊക്കെ പറയും. കേട്ടിട്ടുണ്ടല്ലോ ബ്ലാക്ക് സോയിൽ, ഇഗ്നിയസ് റോക്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ബ്ലാക്ക് സോയിലാണ് ഉണ്ടാകുന്നത്. അത് ഫലഭൂയിഷ്ടമായ സോയിലാണ്. അവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മറ്റെന്തൊക്കെ ഉപയോഗങ്ങളാണ് നമ്മുടെ വോൾക്കാനോയ്ക്ക് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ജിയോ തെർമൽ എനർജി. അത് വേറൊന്നുമില്ല. ജിയോ തെർമൽ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സർഫസിൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഈ പറയുന്ന മാഗ്മ എന്ന് പറയുന്ന സാധനം വന്നിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുന്നിലുള്ള ഈ പറയുന്ന ജലാശയങ്ങളുണ്ടാവും. ഇവിടുത്തെ വെള്ളത്തിൻ്റെ ഇതെന്ത് പറ്റും? ചൂടാക്കും. അപ്പോൾ നമുക്ക് അവിടുന്ന് ചൂടായ നീരാവി കിട്ടും. ഈ നീരാവി ഉപയോഗിച്ച് നമുക്ക് ജനറേറ്ററുകളെ പ്രവർത്തിപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ഹോള് ഡ്രില്ല് ചെയ്തിട്ട് ഇതുവഴി വെള്ളത്തിന് പമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വെള്ളം നീരാവിയായി പുറത്തോട്ട് വരും. സോ ഫ്രീ എനർജി നമുക്ക് നീരാവി കിട്ടി. ഇത് ടർബൈനെ കറപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കറണ്ട് ഉൽപ്പാദിപ്പിക്കാം. ഫിസിക്സ് പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്. ഇവിടെ എന്താണ്? ദ ജിയോ തെർമൽ എനർജി റിലീസ്ഡ് ഫ്രം ദ വോൾക്കാനോ ഈസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് യൂട്ടിലൈസ്ഡ് ഫോർ ലോക്കൽ പർപ്പസ്. ഇനി പുറത്തേക്ക് വരുന്ന ലാവ തണുത്ത് പാറകൾ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഈ പാറകൾക്കകത്ത് പല വാല്യൂബിൾ ആയിട്ടുള്ള മിനറൽസും ഉണ്ടാകും. ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി വോൾക്കാനിക് റീജിയൻ എന്ന് പറയുന്ന ടൂറിസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഒന്ന് ഇവിടുന്ന് കിട്ടുന്ന ആഷും റോക്കും ഫെർട്ടൈലാക്കും. രണ്ട്, ജിയോ തെർമൽ എനർജി നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ലാവ റോക്കിനകത്ത് മറ്റ് പല മിനറൽസ് ഉണ്ടാകും. അടുത്ത വോൾക്കാനിക് റീജിയൻ ടൂറിസത്തിന് സപ്പോർട്ട് ചെയ്യും. ഇതാണ് വോൾക്കാനോ കൊണ്ട് മനുഷ്യർക്കുണ്ടാകുന്ന യൂസസ്. അടുത്ത് വരുന്നത് ഭൂകമ്പമാണ്, എർത്തുക്വേക്ക്. അപ്പോൾ എങ്ങനെയാണ് ഭൂകമ്പം ഉണ്ടാകുന്നത്? നമ്മുടെ ഭൂമിയുടെ ഔട്ടർ മോസ്റ്റ് സർഫസിൽ നമ്മളിപ്പോൾ ക്രസ്റ്റ് എന്ന് ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിങ്ങനെ സിമ്പിളായിട്ട് സങ്കല്പിച്ചാൽ മതി. കുറേ പാറകൾ ചേർന്നിരിക്കുന്നതാണല്ലോ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെയാണല്ലോ മാഗ്മ എന്ന് പറയുന്ന എന്താണ് ഉരുകിയ പാറ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഉരുകിയിരിക്കുന്ന ഒരു പഴത്തൊലി ചവിട്ടിയാൽ നമ്മൾ തെന്നി വീഴുമെന്ന് പറയുന്ന പോലെ ഈ ഉരുകിയിരിക്കുന്ന പാറകൾ മാഗ്മ കാരണം ഈ പാറകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമെന്ന് പറയുന്നത്.
അപ്പോൾ ഇവർക്കിടയിൽ എന്തുണ്ടാകും? ഫ്രിക്ഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഫ്രിക്ഷൻ കാരണം അവിടെ എനർജി എന്ത് ചെയ്യും? ബിൽഡപ്പ് ചെയ്യും. അതായത് ഇങ്ങനെ തെന്നി പോകാൻ പോകുമ്പോൾ ആലോചിച്ച് തെന്നുന്നതിന് തൊട്ട് മുമ്പ് പാറകൾ ഇങ്ങനെ തട്ടി ഓരോന്നിങ്ങനെ നിൽക്കുകയായിരിക്കും. പെട്ടെന്നൊരു സമയം വരുമ്പോൾ എന്ത് ചെയ്യും? ഇത് ടെക്കെന്നങ്ങ് തെന്നിപ്പോവും. അപ്പോൾ എന്ത് പറ്റും? ഈ ഹൈ ടെൻഷൻ ബിൽഡപ്പ് ആവും. ചിലപ്പോൾ ഈ എനർജി റിലീസ് ആകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ആ വലിയ ട്രെമർ അല്ലെങ്കിൽ വലിയ എന്താണ് നമ്മൾ വൈബ്രേഷൻസ്, കമ്പനങ്ങളുണ്ടാകും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത്. സോ വെൻ ദ പ്രഷർ അറ്റ് ദ പ്ലേറ്റ് മൂവ്മെന്റ് ഓവർകം ദ ഫ്രിക്ഷൻ അറ്റ് ദ പ്ലേറ്റ് ബൗണ്ടറി, സഡൻ മൂവ്മെന്റ് ഓർ റപ്ചർ ഒക്കർ അറ്റ് ദ പ്ലേറ്റ് ബൗണ്ടറി. എന്ത് പറ്റും? സഡൻ റപ്ചർ ഉണ്ടാകും, പെട്ടെന്ന് പൊട്ടിത്തെറി പോലെ ഉണ്ടാകും. അങ്ങനെ എനർജി എന്ത് പറ്റും? സൗണ്ടിൻ്റെ വേവിലും വൈബ്രേഷൻസിൻ്റെ വേവിലും രൂപത്തിലും എന്ത് ചെയ്യും? റിലീസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഭൂകമ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുണ്ടാകുന്ന ഭൂകമ്പങ്ങളെ പൊതുവെ വിളിക്കുന്ന പേര് ടെക്ടോണിക് എർത്ത് ക്വേക്കുകൾ എന്നാണ്. എന്താണ്? ടെക്ടോണിക് എർത്ത് ക്വേക്ക്. പ്ലേറ്റ് മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന ഭൂചലനങ്ങൾ. അങ്ങനെ ഭൂചലനം ഉണ്ടാകുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെൻറ്റർ. ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോ സെൻറ്റർ. ഈ ഹൈപ്പോ സെൻറ്ററിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങളാണ് 4 വാടേക്കും എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അങ്ങനെ പോയി ഇത് എവിടെ എത്തും? നമ്മുടെ ഭൂമിയുടെ സർഫസിൽ എത്തും. അങ്ങനെ സർഫസിനെ എന്ത് ചെയ്യും? ഇളക്കി മറിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ മുകളിലുള്ള സർഫസിലെ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് എപ്പി സെൻറ്റർ. എന്താണ്? എപ്പി സെൻറ്റർ എന്ന് വിളിക്കും. അപ്പോൾ എപ്പി സെൻറ്ററിൻ്റെ അവിടെയാണ് ബിൽഡിംഗ് ഒക്കെ ഇരിക്കുന്നതെങ്കിൽ ഇവിടെയാണ് വൻതോതിൽ നാശനഷ്ടം ഉണ്ടാകുന്നത്. നമ്മൾ റിക്ടർ സ്കെയിൽ എന്ന് പറഞ്ഞ സ്കെയിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ തീവ്രത അളക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? ഓക്കെ, റിക്ടർ സ്കെയിലിലാണ് നമ്മൾ ഈ തീവ്രത അളക്കുന്നത്. സീസ്മോഗ്രാഫ് എന്ന് പറയുന്ന ഉപകരണത്തിലാണിത് മെഷർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതാണ് സംഭവം. ഇനി ഭൂകമ്പങ്ങൾ ഇങ്ങനെ മാത്രമാണോ ഉണ്ടാകുന്നത്? അല്ല, വേറെയും ഭൂകമ്പങ്ങൾ ഉണ്ടാകാം. വോൾക്കാനിക് ഇറപ്ഷൻ കാരണം ഉണ്ടാകാം. മൈനുകളുടെ റൂഫ് കൊളാപ്സ് ചെയ്യുന്നത് കാരണം ഉണ്ടാകാം. വലിയ എക്സ്പ്ലോഷൻസ് ഒക്കെ വെച്ചിട്ട് മൈനിങ് നടത്തുമ്പോൾ അവിടെയും ഭൂചലനം ഉണ്ടാകാം. വലിയ റിസർവോയറുകൾ ഇരിക്കുന്ന സ്ഥലത്തും ചെറിയ ഭൂചലനങ്ങൾ ഡാമുകളുടെയൊക്കെ അടുത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ സീസ്മോഗ്രാഫ് എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ എന്താണ് ഈ പറയുന്ന ഗ്രാഫ്. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ഭൂചലനത്തിൻ്റെ ഇൻറ്റൻസിറ്റി അളക്കാൻ പറ്റും. ഇത് റിക്ടർ സ്കെയിലിൽ നമ്മൾ മെഷർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഭൂചലനങ്ങൾ നോക്കിയപ്പോഴും നമ്മൾ കണ്ട കാര്യം എന്താ? അഗ്നിപർവ്വത വിസ്ഫോടനം ഉള്ളതുപോലെ തന്നെ ഈ ഏരിയകളിൽ തന്നെയാണ് ഭൂചലനം ഉണ്ടാകുന്നത്. ഭൂചലനവും അഗ്നിപർവ്വത വിസ്ഫോടനവും ഉണ്ടാകുന്നതൊക്കെ പ്ലേറ്റ് ബൗണ്ടറികളിലാണ്. കാരണം അവിടെയാണ് പ്ലേറ്റുകൾ തെന്നി മാറുന്നത്. അത്രയേ ഉള്ളൂ സംഭവം. ഇനി ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പറ്റും? ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഇതൊക്കെ ഇത് ജസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ ഷാറ്റർ ചെയ്യുന്നു, ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതാകുന്നു, ഫുഡ് സപ്ലൈ ഇല്ലാതാകുന്നു, മെഡിസിൻ ഷോർട്ടേജ് ഉണ്ടാകുന്നു. ആകെയൊക്കെ നിങ്ങൾ കയ്യിൽ നിന്നിട്ട് എഴുതാം. ഓക്കെ, അതുപോലെ ഭൂകമ്പം എന്ന് പറയുന്നത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഒഫീഷ്യൽ വാർണിംഗ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ മാത്രമേ പറ്റുള്ളൂ. എങ്ങനെ? ഒന്ന്, ഭൂചലനം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ദയവീത് പോയി താമസിക്കാതിരിക്കുക. ഇനി അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജപ്പാനിലൊക്കെ ഉള്ളതുപോലെ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ബിൽഡിങ്സ് പണിയുക. ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് ഞാൻ നമ്മുടെ നോട്ടിനകത്ത് വ്യക്തമായിട്ട് 3 സെപ്പറേറ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോലും എഴുതാൻ പറ്റുന്ന പോയിന്റാണ് അല്ലേ? ഇപ്പോൾ ഭൂചലനം ഉണ്ടായിക്കഴിഞ്ഞാൽ ബിൽഡിങ്സിൽ നിന്നാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുക. ബിൽഡിങ്ങിൽ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? നല്ല ഉറപ്പുള്ള മേശ കസേര പോലുള്ളതിൻ്റെ അടിയിൽ കയറി ഇരിക്കുക. ഈ പറയുന്ന മുകളിൽ നിന്നൊന്നും വന്ന് വീഴാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഒഫീഷ്യൽ വാർണിങ്സിന് എപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കുക. ഗവൺമെൻറ് പറയുന്നത് കേൾക്കുക. ഓക്കെ അല്ലേ? കഴിഞ്ഞു. ഇനി ഭൂചലനം കാരണം ഉണ്ടാകുന്ന മറ്റൊരു ദുരന്തമാണ് സുനാമി എന്ന് പറയുന്നത്. നമ്മുടെ ഓഷ്യൻ ഫ്ലോർ അഥവാ കടലിൻ്റെ അടിയിലായിട്ട് ഭൂചലനങ്ങൾ ശക്തമായി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്ത് പറ്റും? തിരമാലകൾ ഉണ്ടാകും. വെറും തിരമാലകളല്ല, ശക്തമായ തിരമാലകൾ ഉണ്ടാകും. ഈ ജയന്റ് വേവ്സ് നമ്മുടെ തീരത്തെത്തുമ്പോഴാണ് നമ്മളതിനെ എന്ത് വിളിക്കുന്നത്? സുനാമി എന്ന് വിളിക്കുന്നത്. ഭൂചലനമല്ലാതെ മീറ്റിയോർ അഥവാ ഉൽക്കകൾ വന്ന് വീഴുന്നത് കാരണവും ഈ പറയുന്ന സുനാമികൾ ഉണ്ടായിട്ടുണ്ട്. 2004 ഡിസംബർ 26 നമ്മുടെ ഈ പറയുന്ന കേരളത്തിലും സുനാമി എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് അങ്ങ് ദൂരെ സുമാത്ര ദ്വീപുകൾക്കടുത്തുണ്ടായ ഭൂചലനത്തിൻ്റെ ഫലമായിട്ടാണ്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്ര ഉയരത്തിലാണ് എന്ത് ചെയ്യുന്നത്? തിരമാലകൾ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പ്രിക്കോഷൻസ് എടുക്കേണ്ടത്? സീ ലെവൽ പെട്ടെന്ന് കുറയുന്നതായി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്തോ കാരണമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഗവൺമെൻറ് വന്നിട്ട് അവിടെ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞാൽ തീരദേശത്തുള്ളവർ മാറി താമസിക്കണം. ഇനി ഈ പറഞ്ഞ സുനാമി പെട്ടുപോയാൽ റൺ അവേ ഫ്രം ദ ഷോർ ഇമീഡിയറ്റ്ലി ആൻഡ് മൂവ് ടു ഹയർ ഗ്രൗണ്ട്. ഉയരമുള്ള സ്ഥലത്തോട്ട് പോവുക. സുനാമിയിൽ പെട്ട് കഴിഞ്ഞാൽ പൊങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും വസ്തുവിൽ പിടിച്ചു കിടക്കുക. ഇതൊക്കെയാണ് പ്രിക്കോഷൻസ്. ബാക്കി എഴുതാൻ പറ്റുമോ? എന്താണ് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഈ സമയത്ത് സ്പ്രെഡ് ചെയ്യാതിരിക്കുക. ഇത്രയൊക്കെ നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് വരുന്നതാണ് എന്താ? നമ്മുടെ എക്സോജനിക് മൂവ്മെൻറ്റുകൾ. എന്താണ് എക്സോജനിക് മൂവ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ സർഫസിന് പുറത്ത് പല പ്രവൃത്തികൾ, ഫോർ എക്സാമ്പിൾ വെതറിങ്, ഇറോഷൻ,
ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ, മാസ് വേസ്റ്റിംഗ് പോലെയുള്ള പ്രവൃത്തികളെയാണ് മൊത്തത്തിൽ നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്സോജനിക് മൂവ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പല പല ഫോഴ്സസ് ഉണ്ട്. കോമൺ ആയിട്ട് നമ്മളവരെ ഡ്രൈവിംഗ് ഫോഴ്സുകളെന്ന് പറയും. ഇപ്പോൾ വെതറിങ്ങിന് ഡ്രൈവിംഗ് ഫോഴ്സായിട്ട് പലതുണ്ട്. ഫിസിക്കൽ, കെമിക്കലും ബയോളജിക്കലും നമ്മളത് പഠിക്കും. അപ്പോൾ എന്താണ്? ഫോഴ്സസ് ദാറ്റ് റെസ്പോൺസിബിൾ ഫോർ വേരിയസ് പ്രോസസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത്. ഭൂമിയുടെ സർഫസിൽ ഉണ്ടാകുന്ന പലതരം പ്രവർത്തനങ്ങൾക്ക് പിന്നിലുണ്ടാകുന്ന ഫോഴ്സ് എന്തൊക്കെ വരും? വെതറിങ് വരും, ഇറോഷൻ വരും, ട്രാൻസ്പോർട്ടേഷൻ വരും, ഡെപ്പോസിഷൻ വരും, മാസ് വേസ്റ്റിംഗ് വരും. ഇവരെയാണ് നമ്മൾ പൊതുവിൽ എന്ത് വിളിക്കുന്നത്? എക്സോജനിക് മൂവ്മെൻറ്റുകൾ എന്ന് വിളിക്കുന്നത്. ഈ എക്സോജനിക് മൂവ്മെൻറ്റുകളുടെ കാരണക്കാർ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ എക്സോജനിക് മൂവ്മെൻറ്റുകൾ എന്തൊക്കെ ടൈപ്പിലുണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണം. ഒന്ന് വെതറിങ്, മറ്റൊന്ന് ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ. ഇതധികം പഠിക്കാനില്ല. പിന്നെ വരുന്ന മാസ് വേസ്റ്റ്. നോക്കാം എന്താണ് വെതറിങ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം, മോളിക്കുലാർ സ്ട്രെസ്, അതുപോലെ ബയോ കെമിക്കൽ ആക്ഷൻസ്, അതായത് ജീവജാലങ്ങളുടെ പ്രവർത്തനം കാരണം പാറകൾ പൊടിഞ്ഞ് ചെറിയ ചെറിയ ഫ്രാഗ്മെൻ്റായിട്ട് മാറുന്നതിനെയാണ് നമ്മൾ വെതറിങ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ വെതറിങ് കാരണം ഉണ്ടായ സാധനങ്ങൾ കൈനറ്റിക് എനർജി ഓഫ് റണ്ണിങ് വാട്ടർ, ഗ്ലേഷ്യർ, വിൻഡ് അല്ലെങ്കിൽ വേവ് കാരണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് മൂവ് ചെയ്താൽ അതാണ് ഇറോഷൻ എന്ന് പറയുന്നത്. ഇനി മാസ് വേസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണം ഒരു വലിയ സർഫസ് ഓഫ് സോയിലോ അല്ലെങ്കിൽ സോയിൽ വിത്ത് വാട്ടറോ ഒഴുകി താഴേക്ക് പോയാൽ അതാണ് മാസ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സോജനിക് മൂവ്മെൻറ്റുകൾ 3 എണ്ണം. വെതറിങ് അഥവാ പാറ പൊടിയുന്ന അവസ്ഥ, ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ അഥവാ ഈ പറഞ്ഞ പൊടിഞ്ഞ പാറകൾ മൂവ് ചെയ്യുന്ന അവസ്ഥ, അല്ലെങ്കിൽ വലിയ സർഫസ് ഓഫ് എർത്ത് എന്ത് ചെയ്യുന്നു? പൊളിഞ്ഞ് താഴേക്ക് വീഴുന്നു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം. ഇതാണ് 3 തരം. അതിലാദ്യം വരുന്നു വെതറിങ്. എന്താ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പല കാരണങ്ങൾ കാരണം പാറകൾ മെക്കാനിക്കലിയോ അല്ലെങ്കിൽ കെമിക്കലിയോ ഡീകമ്പോസ് ചെയ്താൽ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ വെതറിങ് എന്ന് വിളിക്കുന്നത്. സോ ദ പ്രോസസ് ദാറ്റ് ബ്രിങ് അബൌട്ട് കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ചേഞ്ചസ് ഓൺ ദ റോക്ക് ഈസ് കോൾഡ് വെതറിങ്. വെതറിങ് 3 ടൈപ്പ് ഉണ്ട്. ഇത് നന്നായിട്ട് നോക്കി വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ഇതിൽ നിന്നൊരു ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ്. വെതറിങ് 3 തരത്തിൽ: ഫിസിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. എന്താണ് ഫിസിക്കൽ വെതറിങ്? ടെമ്പറേച്ചറാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ആൾ. ടെമ്പറേച്ചർ കാരണം പാറകളിലുള്ള മിനറൽ എക്സ്പാൻഡ് ചെയ്യുകയോ കോൺട്രാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പാറകൾക്കിടയിൽ ട്രാപ്പ് ചെയ്ത വെള്ളം എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുകയോ കോൺട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നത് കാരണം പാറകൾ പൊടിയുന്ന അവസ്ഥയാണ് ഫിസിക്കൽ വെതറിങ്. അപ്പോൾ പാറകൾക്കകത്തുള്ള മിനറൽസോ അല്ലെങ്കിൽ പാറകൾക്കിടയിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട വെള്ളമോ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം എക്സ്പാൻഡ് ചെയ്യുകയും കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന കാരണം പാറ പൊടിഞ്ഞാൽ അത് ഫിസിക്കൽ വെതറിങ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫോഴ്സ് കാരണം ഉണ്ടായാൽ അത് ഫിസിക്കൽ വെതറിങ്. ഇനി നമ്മുടെ പാറകളിൽ കാണപ്പെടുന്ന മിനറൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ടോ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടോ വാട്ടറുമായിട്ടോ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെട്ട് അത് കാരണം ഈ പറയുന്ന പാറയിലെ മിനറൽസ് ഒലിച്ചു പോകുന്നു അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയാൽ അതാണ് കെമിക്കൽ വെതറിങ്. ഇവിടുത്തെ പിക്ചർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഇനി എന്താണ് ബയോളജിക്കൽ വെതറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടികളുടെ പാറകൾ ഇങ്ങനെ പ്രൊട്രൂഡ് ചെയ്ത് പോകുന്നത് കാരണമോ, ഈ പറയുന്ന മാളങ്ങൾ ഉണ്ടാക്കുന്ന മൃഗങ്ങൾ ബോറോ ചെയ്യുന്നത് കാരണമോ, അല്ലെങ്കിൽ മരിച്ചുപോയ അല്ലെങ്കിൽ ഡെഡായിപ്പോയ ഡീക്കേ ആയി തുടങ്ങിയ അഴുകി തുടങ്ങിയ പ്ലാന്റിൻ്റെയോ അനിമൽസിൻ്റെയോ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ആസിഡുകൾ കാരണം പാറകൾ ഡിസൻറ്റഗ്രേറ്റ് ചെയ്താലോ, ഇപ്പോൾ കോമൺ എന്താണ്? ജീവജാലങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ട് പാറ ഡിസൻറ്റഗ്രേറ്റ് ചെയ്താൽ അത് ബയോളജിക്കൽ വെതറിങ്. ടെമ്പറേച്ചർ ചേഞ്ച് കാരണം സ്ട്രെസ് കാരണം പൊളിഞ്ഞാൽ അത് ഫിസിക്കൽ വെതറിങ്. ഈ പറയുന്ന മിനറലും ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസസുമായിട്ട് റിയാക്ഷൻ വെച്ചുണ്ടായാൽ അത് കെമിക്കൽ വെതറിങ്. ഈ പറയുന്ന സെറ്റല്ലേ വെതറിങ്? ഓക്കെ അല്ലേ? അപ്പോൾ ഈ പറയുന്ന വെതറിങ് മനുഷ്യൻ്റെ പ്രവൃത്തികൾ കാരണവും നടക്കാറുണ്ട്. മാൻമെയ്ഡ് വെതറിങ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. മൈനിങ്, ക്വാറിയിങ്, ലെവലിംഗ് ഓഫ് ലാൻഡ്, ലാൻഡ് ഡീഗ്രഡേഷൻ, ലാൻഡ് ഫില്ലിങ്, എന്ത് വേണമെങ്കിലും പറയാം. അങ്ങനെ ഈ പറയുന്ന വെതറിങ് നമുക്ക് യൂസ്ഫുൾ ആണോ? നാച്ചുറൽ വെതറിങ് നമുക്ക് യൂസ്ഫുൾ ആണ്. അതായത് ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രകൃതിയിൽ സ്വന്തമായി നടന്നാൽ അത് യൂസ്ഫുൾ ആണ്. കാരണം വെതറിങ് സംഭവിക്കുമ്പോഴാണ് പാറ പൊടിയുന്നു. പാറ പൊടിഞ്ഞിട്ടല്ലേ നമ്മുടെ മണ്ണുണ്ടാകുന്ന, ആ മണ്ണിലല്ലേ നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പോൾ പാറ പൊടിയുന്നത് നല്ലതാണ്. മിനറൽസിന് സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കും. നമ്മുടെ മണ്ണിൽ തന്നെ ഉള്ള പുതിയ പുതിയ മിനറൽ വന്നത് എൻറിച്ച്മെൻറ്റ് ഉണ്ടാകാൻ സഹായിക്കും. മൈനിങ് സമയത്തും ഇത് യൂസ്ഫുൾ ആയിട്ട് മാറും. ഇത് ഗുണം. പക്ഷെ നമ്മുടെ പ്രവൃത്തി കാരണം ഇത് ദോഷത്തിലാണ് ഫലിക്കുന്നത്. അത് വേറെ കാര്യം. ഇനി ഇറോഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഡെപ്പോസിഷൻ സംഭവം വളരെ സിമ്പിളാണ്. പൊടിഞ്ഞ പാറ കഷ്ണങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന വെള്ളം, ഗ്ലേഷ്യർ, ഹിമാനി, ഈ മഞ്ഞ് പതുക്കെ മൂവ് ചെയ്യുന്നത്, വിൻഡ്, വേവ്സ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ കാരണമോ ഒരു സ്ഥലത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയാൽ അത് ഇറോഷൻ. അത് കൊണ്ടുപോകുന്ന ട്രാൻസ്പോർട്ടേഷൻ. എവിടെയെങ്കിലും കൊണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ അത് ഡെപ്പോസിഷൻ. ഇത് കാരണം കുറേ ലാൻഡ് ഫോംസ് ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം നിങ്ങൾ പഠിച്ചതാണ് അല്ലേ? നമ്മുടെ സാൻഡിൻ്റെയൊക്കെ ചാപ്റ്ററിൽ ലാസ്റ്റ് വരുന്നു മാസ് വേസ്റ്റ്. എന്താണ് മാസ് വേസ്റ്റിംഗ്? വളരെ സിമ്പിളാണ്. നോക്കടാ,
നമ്മുടെ ഗ്രാവിറ്റിയുടെ പുൾ കാരണം, ഗ്രാവിറ്റി ഇങ്ങനെ എല്ലാത്തിനും താഴോട്ട് വലിക്കുകയല്ലേ, അത് കാരണം പാറയോ അല്ലെങ്കിൽ എർത്ത് മെറ്റീരിയൽസ്, മണ്ണ്, ചെളി, കഷ്ണങ്ങൾ എല്ലാം നമ്മുടെ ഭൂമിയുടെ ഒരു ഉയർന്ന സ്ഥലത്ത് നിന്ന് താഴത്തെ സ്ഥലത്തേക്ക് ഗ്രാവിറ്റി കാരണം ഉരുണ്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒലിച്ചു വരികയാണെങ്കിൽ അതിനെയാണ് മാസ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു ദ മൂവ്മെൻറ്റ് ഓർ fall of rock fragments or earth materials down a slope under the direct influence of gravitational pull. ഇത് സ്ലോ മൂവ്മെൻറ്റ് ആകാം, റാപ്പിഡ് മൂവ്മെൻറ്റ് ആകാം, ചെറിയ ഭാഗങ്ങളാകാം, വലിയ ഭാഗങ്ങളും ആകാം. ഇതാണ് പൊതുവിൽ മാസ് വേസ്റ്റിംഗ് എന്ന് പറയും. ഈ മാസ് വേസ്റ്റിങ്ങിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പലതരത്തിലുണ്ട്. നമുക്ക് ഏറ്റവും അറിയാവുന്നതാണ് ഉരുൾപൊട്ടൽ. എന്നാൽ ഉരുൾപൊട്ടൽ മാത്രമാണോ മാസ് വേസ്റ്റിംഗ് വരുന്നത്? അല്ല. അപ്പോൾ എന്താണ് മാസ് വേസ്റ്റിംഗ് എന്നറിയാമല്ലോ. ദ ഫിനോമിനൻ ഓഫ് fall of movement or rock or topsoil from higher to lower area under the influence of gravity is called mass wasting. ഇതിൽ എന്തൊക്കെ വരും? ലാൻഡ് ഫോള്, റോക്ക് ഫോൾ, രണ്ടിന്നും പേര് മനസ്സിലാക്കുമ്പോൾ കിട്ടും. ലാൻഡ് സ്ലൈഡ്, ഡീബ്രി ഫ്ലോ, ലാൻഡ് സബ്സിഡൻസ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മാസ് വേസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിലാദ്യം നമുക്ക് ഡീബ്രി ഫ്ലോ എന്താണെന്ന് നോക്കാം. ഡീബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കല്ലും കഷ്ണവും മണ്ണും ചെളിയും എല്ലാം കൂടി എന്ത് ചെയ്യുന്നു? സഡനായിട്ട് എന്ത് ചെയ്യുന്നു? റോക്ക് ഡീബ്രീസ്, പാറ കഷ്ണങ്ങൾ, തരികൾ, മണ്ണ് എല്ലാം എന്ത് ചെയ്യുന്നു? വെള്ളത്തിനോട് മിക്സ് ചെയ്ത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകി വരുമ്പോൾ അതിനെയാണ് ഡീബ്രീസ് ഫ്ലോ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഒരു വലിയ ലാൻഡാണ് ഇതുപോലെ എന്ത് ചെയ്യുന്നത്? സ്ലൈഡ് ചെയ്ത് വരുന്നതെങ്കിൽ നമ്മളിതിനെ ലാൻഡ് സ്ലൈഡ് എന്ന് വിളിക്കും. മണ്ണിങ്ങനെ ഇടിഞ്ഞ് വരുന്നത്. ഇതേ സംഭവം രണ്ടും കൂടെ ഏതാണ്ട് ഒരുമിച്ച് നടക്കും. അതായത് ഹില്ലി ഏരിയാസ് ഓഫ് കേരളയിൽ ഇൻറ്റൻസ് റെയിൻഫോൾ കാരണം ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ ഡീബ്രി ഫ്ലോ അല്ലെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ചോ നടന്നു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ നാട്ടിൽ എന്ത് വിളിക്കുന്നത്? ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? ഉരുൾപൊട്ടൽ എന്ന് വിളിക്കുന്നത്. ഈ ഉരുൾപൊട്ടൽ എന്തൊക്കെ കാരണങ്ങൾ കാരണം ഉണ്ടാകുന്നത്? ഒരു സ്ഥലത്തിൻ്റെ ചരിവ് കാരണം, അവിടുത്തെ ഡെപ്ത് ഓഫ് ദ സോയിൽ കാരണം. ചിലപ്പോൾ ഈ ചരിഞ്ഞ സ്ഥലങ്ങളൊക്കെ മണ്ണിനധികം തിക്നെസ് ഉണ്ടാകത്തില്ല. ഇതിൻ്റെ മുകളിലേക്ക് ആയിരിക്കും വലിയ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അപ്പോൾ എന്ത് പറ്റും? മഴ പെയ്യുമ്പോൾ എല്ലാം കൂടി പൊളിഞ്ഞ് താഴേക്ക് വീഴും. ലാൻഡ് യൂസ്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സ്ട്രീംസ്, അതായത് നാച്ചുറലി ഒഴുകുന്ന വെള്ളം പോകുന്ന പാത്ത്, ഇതിനൊക്കെ തടസ്സമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടാകും. ഇനി ഇതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ഇത് ഫാക്ടേഴ്സാണ്. ഇത് എന്തൊക്കെ റീസൺസ്? ക്ലൗഡ് ബേസ്റ്റ്, അതായത് മേഘവിസ്ഫോടനം കാരണം പെട്ടെന്ന് മഴ പെയ്യുന്നു, ഭൂകമ്പങ്ങൾ ഉണ്ടാക്കുന്നു, ഇതൊക്കെയാണ് ഇതിന് ട്രിഗർ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ആക്ടിവിറ്റീസ് എങ്ങനെ ഉരുൾപൊട്ടലിനെ സ്വാധീനിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം, അൺസയൻറ്റിഫിക് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ്, ഈ പറയുന്ന സ്ലോപ്പുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വീട് വയ്ക്കുന്ന പരിപാടി, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് പ്രിവെൻഷൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മുടെ ആധുനിക ടെക്നോളജികളായിട്ടുള്ള റിമോട്ട് സെൻസിങ്ങും ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റവും അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് കാരണം നമുക്ക് ഉരുൾപൊട്ടൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, അതുപോലെ നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസൊക്കെ ഇതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന വാണിംഗ് എങ്കിലും മിനിമം എന്ത് ചെയ്യുക? കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ ഇതിൻ്റെ സിവിയറിറ്റി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി തന്നെ നമ്മളിപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാത്തത്. ഡിസാസ്റ്റർ വരുമ്പോഴും ആഫ്റ്ററും എന്ത് ചെയ്യണമെന്നുള്ളത് ഇനി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാനായിട്ട് പറ്റും. അത്ര വിവരം ഉള്ള അല്ലെങ്കിൽ അത്ര ബോധം, ഇതിനേക്കാളും ഈ കാര്യങ്ങൾ ബോധമുള്ള ആൾക്കാരായിരിക്കും നിങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ ചാപ്റ്റർ അല്ലേ. കുറച്ച് വലുതായിട്ട് തോന്നുമെങ്കിലും പഠിക്കാൻ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. എല്ലാവർക്കും എക്സാം ഈസി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.